സ്റ്റുഡൻസ്, വെൽക്കം ടു സിനീസ് ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെർക്വിസിറ്റ്സ് ആണ്. ഇൻകം ടാക്സിലെ സാലറി എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് പെർക്വിസിറ്റ്. അതിലെ ഒരു ഏരിയ ആയ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റേറ്റ്. അപ്പോൾ ഇതിൽ ടാക്സബിൾ പെർക്വിസിറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫർദർ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇൻട്രൊഡക്ഷനോ ഒന്നും പറയുന്നില്ല, ഈ ഒരു ഏരിയ മാത്രമായിരിക്കും ഇതിൽ കവർ ആവുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ എ ഒരു എംപ്ലോയി ആണ്, ബി അയാളുടെ എംപ്ലോയറാണ്. അപ്പം ബി കുറച്ച് ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ട്രാവൽ ചെയ്ത് വരുന്നതും ഓഫീസിൽ വരുന്ന പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് വർക്കിൽ വരുന്നത് കൊണ്ട് ബി അതായത് എംപ്ലോയർ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഓഫീസിനടുത്ത് ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ മേ ബി അയാളുടെ സാലറി ഫോർ എക്സാമ്പിൾ 10,000 റുപ്പീസ് പെർ മന്ത് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആനുവലി അയാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 10,000 ഇൻറ്റു 12 ആയിരിക്കും, അതായത് 1,20,000. ഇത് കൂടാതെയാണ് എന്ത് കൊടുക്കുന്നത്? അക്കോമഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അക്കോമഡേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ഓണറിൻ്റെ വലിയൊരു ബംഗ്ലാവ് അവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു ഫർണിഷ്ഡ് വളരെ പ്രൈം ലൊക്കേഷനിലൊരു ബിൽഡിംഗ് കിടക്കുന്നു, അതിൽ താമസിക്കാൻ പറഞ്ഞു എന്ന് കരുതി ലക്ഷങ്ങളുടെ എമൗണ്ടൊന്നും ടാക്സ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൊപ്പോർഷനേറ്റായിട്ട് അതിൻ്റെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇയാൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പെർക്വിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനറലി നോട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. നമ്മൾ എംപ്ലോയർ കുറച്ച് ഏതെങ്കിലും ഫെസിലിറ്റീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. ജനറലി നോട്ട് ഇൻ ഓൾ കേസസ്. അപ്പം ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇയാളുടെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യും. അതായത് 50,000 ആണെന്ന് വിചാരിക്കുക. അപ്പം ഇയാളുടെ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് 1,70,000 ആണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അല്ലെങ്കിൽ അക്കോമഡേഷൻ അറ്റ് എ കൺസെഷണൽ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ പെർക്വിസിറ്റ് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ബെനിഫിറ്റിൻ്റെ വാല്യൂ ഇൻകം ടാക്സ് പർപ്പസിന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു എ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഗവൺമെൻറ് എംപ്ലോയി ആണ് എങ്കിൽ അയാൾക്കൊരു അക്കോമഡേഷൻ കൊടുത്താൽ അതിൻ്റെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഫോർ ടാക്സ് പർപ്പസ് എന്ന് പറയുന്നത് ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ് ആയിരിക്കും. ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ്, അത് ഒരു കാറ്റഗറി. ദെൻ രണ്ടാമത്തത് എ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് അയാളുടെ എംപ്ലോയർ അക്കോമഡേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലപ്പോൾ ഈ എ ബിയോട് ചോദിക്കുകയാണ്, ഇത് സാറിൻ്റെ ഓൺഡ് ബിൽഡിംഗ് ആണോ അതോ റെൻറ്റഡ് ബിൽഡിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് അപ്പോൾ ബി പറയുന്നത് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഞാൻ അക്കോമഡേഷൻ തരുന്നു. അപ്പോൾ അതിൽ 2 കാറ്റഗറി വരാം. എന്താണ്? ഓൺഡ് ബൈ എംപ്ലോയർ, ദെൻ നോട്ട് ഓൺഡ് ബൈ എംപ്ലോയർ. അത് ചിലപ്പം റെൻറ്റിനോ ലീസിനോ വല്ലതും എടുത്തിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അതാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ ഈ ഓൺഡ് ബൈ എംപ്ലോയറുടെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ നോക്കണം ഇയാൾ എവിടെയാണ് ഈ വീട് കൊടുത്തത്. ഈ എംപ്ലോയിക്ക് കൊടുത്ത വീട് എവിടെയാണ്, ഏത് സ്ഥലത്താണ്. അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പോപ്പുലേഷൻ്റെ ബേസിലായിരിക്കും. പോപ്പുലേഷൻ. ഇപ്പോൾ ഈ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത വീട് അപ് ടു 10 lakhs പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് എന്നൊരു കാറ്റഗറി. ദെൻ പോപ്പുലേഷൻ ബിറ്റ്വീൻ 10 lakh and 25 lakhs, ദെൻ എബോവ് 25 lakhs. ഈ 3 കാറ്റഗറിയിലാണ് പോപ്പുലേഷനെ ബേസ് ചെയ്ത് സ്ഥലത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് കാറ്റഗറിയിലാണ് നിങ്ങൾ ഒരു 10 lakhs പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലത്താണ് വീടെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് അല്ലെങ്കിൽ ആ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7.5% ഓഫ് സാലറി ആയിരിക്കും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 7.5-ന് പകരം 10% ആയിരിക്കും, ഇവിടെ ആണെങ്കിൽ 15% ആയിരിക്കും. ഓക്കെ, അതിപ്പോൾ ഓൺഡ് ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓൺഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ പോപ്പുലേഷനെ ബേസ് ചെയ്ത് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചപ്പോൾ അപ് ടു 10 lakh പോപ്പുലേഷൻ ആണെങ്കിൽ 7.5%, 10 to 25 lakhs പോപ്പുലേഷൻ ആണ് 10%, എബോവ് 25 lakhs ആണെങ്കിൽ 15%. ദെൻ വേറൊരു കാറ്റഗറി ഉണ്ടല്ലോ, ഏതാണ്?
റെൻറ്റിനെടുത്ത ബിൽഡിംഗ് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ അല്ല, നോട്ട് ഓൺഡ് ബൈ എംപ്ലോയർ. ആ കാറ്റഗറിയിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ? രണ്ടേ എമൗണ്ടേ നോക്കത്തുള്ളൂ. എന്താണ് നോക്കുന്നത്? എയ്തർ 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് ഓർ ലീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയർ, വിച്ച് എവർ ഈസ് ലെസ്. ഇതായിരിക്കും നമ്മൾ ആ കാറ്റഗറിയിൽ എടുക്കുന്നത്. അപ്പോൾ ഈ ബോത്ത് കാറ്റഗറീസിൽ നമ്മൾ കാണാൻ പഠിച്ചു. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്? ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഓൺഡ് ബൈ എംപ്ലോയർ ഹൗസ് ആണെങ്കിൽ 3 കാറ്റഗറി. അതിൽ 7.5%, 10%, 15%. ദെൻ നോട്ട് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ, വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഈ കാറ്റഗറി നമുക്ക് കാൽക്കുലേഷൻ കിട്ടി. ഇതെന്ന് പറയുന്നത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷന് നമ്മൾ വാല്യൂ കണ്ടു. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് നമുക്ക് കിട്ടി. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഫോർ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, റെൻറ്റ് ഫ്രീ. ഇനി ഇതിൽ നമ്മൾ എക്ക് വീട് കിട്ടി. വീട് നോക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഒരു കാര്യങ്ങളുമില്ല. അവിടെ അയാൾ A to Z ചെയ്യേണ്ടി വരും. അതായത് പ്ലെയിൻ ഒരു വീട് മാത്രം ക്ലീൻ ചെയ്യാതെ ഒരു വീട് മാത്രം കിട്ടുന്നു. ആ കാറ്റഗറിയിലാണെങ്കിൽ ഇതോടുകൂടി കാൽക്കുലേഷൻ കഴിഞ്ഞു. നേരെ മറിച്ച് ഫർണിഷ്ഡ് ആണ്. ഇയാൾ ചെന്ന് നോക്കുമ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടൊരു വീടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട് മാത്രമല്ല, ഫർണിച്ചറുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ഒരു വീടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, ഫർണിഷ്ഡ് ആണെങ്കിൽ ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ 10% കൂടെ നമ്മൾ ഈ എല്ലാ കേസിലും ആഡ് ചെയ്യും. ഏത് കേസാണോ ആപ്ലിക്കബിലിറ്റി വരുന്നത് എല്ലാ കേസിലും ഓൺഡ് ഫർണിച്ചറാണ് അവിടെ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ കോസ്റ്റിൻ്റെ 10% നമ്മൾ ഈ പെർക്വിസിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാല്യൂ ഓഫ് പെർക്വിസിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇൻ കേസ് ഇനി ഓൺഡ് അല്ല, ഇയാൾ റെൻറ്റിനെടുത്ത ഫർണിച്ചേഴ്സാണ്, അല്ലെങ്കിൽ കുറച്ച് ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അതിൽ റെൻറ്റിനെടുത്ത് കുറച്ച് ഫർണിച്ചർ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഈ 10%-ന് പകരം ആക്ച്വൽ റെൻ്റ് ആയിരിക്കും നമ്മൾ വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? വാല്യൂ ഓഫ് ഫർണിഷ്ഡ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം ഈ കാറ്റഗറിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം വാല്യൂ ഓഫ് പെർക്വിസിറ്റ് നമുക്ക് കിട്ടി. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ കാൽക്കുലേഷൻ. ഫർണിഷ്ഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ആവും? കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എൻ്റെ 10%, ഓൺഡ് ഫർണിച്ചർ ആണെങ്കിൽ, റെൻറ്റഡ് ഫർണിച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ റെൻറ്റ്, അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഫർണിഷ്ഡ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ ഇത് കിട്ടും. ദെൻ ഇപ്പോൾ ഇങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh ആണ്. 2 lakh rupees കിട്ടിയെന്ന് വിചാരിക്കുക. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് 2 lakh rupees കിട്ടി. അപ്പോൾ ഈ 2 lakh ആരാണ് ബെയർ ചെയ്തിരിക്കുന്നത്? എംപ്ലോയറാണ്. അപ്പോൾ എംപ്ലോയർ ആയ ബി എയോട് പറയാണ്, ഇപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ഞാൻ നിനക്ക് തരുന്നു, ഒരു 50,000 നീ എനിക്ക് പേ ചെയ്യണം എന്ന് പറയുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് റിക്കവറി ഫ്രം ആരുടെ കയ്യിൽ നിന്നാണ്? എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഫുള്ളല്ല, നമ്മൾ കുറച്ച് പൈസ ചാർജ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു 15,000-15,000 പിന്നെ റെൻ്റുള്ളൊരു വീടാണെങ്കിൽ എംപ്ലോയിഡ് പറയും എല്ലാ മാസവും നീ എനിക്കൊരു 3,000 രൂപ തരണം. അപ്പോഴും നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയാണ്. 15-ൽ 3 നമ്മൾ കൊടുക്കുന്നുള്ളൂ, ബാക്കി 12 ആരാണ് കൊടുക്കുന്നത്? എംപ്ലോയറാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണോ ഇയാളുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്, അതായത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്, അത് കുറയ്ക്കണം. ബാക്കിയായിരിക്കും നമ്മളുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. ഈ കുറയ്ക്കുക എന്ന് പറയുന്നത് എംപ്ലോയി എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കേസിലും നമ്മൾ കുറയ്ക്കും. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ഏത് കാറ്റഗറി കാൽക്കുലേഷൻ ആണെങ്കിലും എംപ്ലോയി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന ഈ 1,50,000-നെയാണ് നമ്മൾ പറയുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഫോർ അക്കോമഡേഷൻ അറ്റ് എ കൺസെഷണൽ റേറ്റ്. അതായത് ഫുൾ ഫ്രീ എന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എംപ്ലോയി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസെഷണൽ റേറ്റിലുള്ള പെർക്വിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താണ്? നോർമൽ കോഴ്സിൽ കാണുക, ദെൻ ഫർണിച്ചർ ഉണ്ട് അതിൻ്റെ റേറ്റ് ആഡ് ചെയ്യുക, ദെൻ
എംപ്ലോയി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഫോർ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റേറ്റ് എന്ന് പറയും. ദെൻ ഇതിൽ പല ഏരിയയിലും വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സാലറി എന്ന് പറയുന്നുണ്ട്. സാലറി നമുക്ക് ഡിഫൈൻ ചെയ്യാം. സാലറി ഈസ് ഈക്വൽ ടു all monetary benefits except excluding PF. അതായത് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ മോണിറ്ററി ബെനിഫിറ്റ്സ്, പൈസയായിട്ട് ആൾക്ക് കിട്ടുന്ന എല്ലാ പൈസ എക്സ്ക്ലൂഡിങ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഓൾ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പെർക്വിസിറ്റ് ഇതിൽ വരത്തില്ല. പെർക്വിസിറ്റ് എങ്ങനെയാണ്? മോണിറ്ററി ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പെർക്വിസിറ്റ് വരത്തില്ല. ഓൾ ടാക്സബിൾ മോണിറ്ററി ബെനിഫിറ്റ്സ് എക്സ്ക്ലൂഡിങ് PF. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെടുക്കുന്ന DA എന്ന് പറയുന്നത് DA ഫോം പാർട്ട് ഓഫ് സാലറി ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യനിൽ ഫോം പാർട്ട് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ മാത്രമേ DA നമ്മൾ എടുക്കത്തുള്ളൂ. DA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയർനസ് അലവൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കോമഡേഷൻ്റെ കേസിൽ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റേറ്റ് ഇത്രയാണ്. ഇനി അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു കേസ് കൂടെ വരാം. ഇപ്പോൾ നമുക്ക് വീടുകളിൽ മാത്രമല്ലല്ലോ എംപ്ലോയീസിന് നമ്മൾ പിന്നെ അക്കോമഡേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ എംപ്ലോയർ കൊടുക്കുന്നത് ഒരു ഹോട്ടലിലാണെങ്കിൽ ഹോട്ടൽ അക്കോമഡേഷനാണ് കൊടുക്കുന്നതെങ്കിൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 24% ഓഫ് സാലറി എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓർ ആക്ച്വൽ എമൗണ്ട് ഹോട്ടൽ ബില്ല് എത്രയാണെന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ്. ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇതിലൊരു എക്സംഷൻ ഉണ്ട്. ഇപ്പം ഒരാൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെ എറണാകുളത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അയാളപ്പോൾ അവിടെ വീട് ശരിയാക്കിയിട്ടായിരിക്കില്ല മേ ബി പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഒബ്വിയസ്ലി അയാൾ എവിടെ താമസിക്കേണ്ടി വരും? ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. അപ്പോൾ അയാളൊരു വീടൊക്കെ നോക്കിയെടുക്കാൻ മാക്സിമം പോയ ഒരു 2 weeks എടുക്കും. അപ്പോൾ ഒരു 15 ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ അതൊരു കണ്ടീഷൻ. 2 സ്റ്റേ എന്ന് പറയുന്നത് 15 days'നകത്താണെങ്കിൽ ഈ 2 കേസിലും നമുക്ക് ഹോട്ടലിൻ്റെ പെർക്വിസിറ്റ് ടാക്സ് ഫ്രീ ആണ്. വൺസ് ഈ 15 days മാറി ട്രാൻസ്ഫറുമായി ടൂർ പോകുന്നതിനല്ല കിട്ടുന്നത്, ട്രാൻസ്ഫറുമായി റിലേറ്റ് ചെയ്ത് ഒരു 15 days വരെ ഹോട്ടലിൽ താമസിച്ചാൽ ആ പെർക്വിസിറ്റ് ടാക്സബിൾ അല്ല. 16 day ആയി പോയാൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് അക്കോമഡേഷൻ്റെ calculation. Hope you all understand. Thank you very much for watching. Do subscribe, share and like my videos. Thank you very much.